CPM-ന്റെ ഗർജിക്കുന്ന സിംഹമായി മാറിയിരിക്കുന്ന MA ബേബി ഉണ്ടല്ലോ, അദ്ദേഹം ഇപ്പോൾ തമിഴ്നാട്ടിലെത്തി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായി സന്ദർശനം നടത്തിയിട്ടുണ്ട്, കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അങ്ങനെ ബേബിയും സ്റ്റാലിനും ചേർന്നാൽ സൗത്ത് ഇന്ത്യയിൽ പുതിയൊരു ശക്തിയായി മാറുമോ? എന്ത് ചെയ്യാൻ? ഇപ്പം സ്റ്റാലിൻ ഇപ്പോൾ അവിടെ നിലപരിങ്ങലിലാണ്. കാരണം അവിടെ BJP-യുടെ ഒരു കുതിപ്പുണ്ടാകുകയാണ്, ADMK-യുമായിട്ടുള്ള സഖ്യം. അതിനോടൊപ്പം തന്നെ സിനിമാ നടൻ വിജയ്. ഇത് രണ്ടും സ്റ്റാലിന് ഒരു ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇവിടെ തകർന്നടിഞ്ഞ കപ്പലിൽ നിന്ന് അതിൻ്റെ ദേശീയ കപ്പിത്താൻ എന്നും പറഞ്ഞ് MA ബേബി നടക്കുകയാണ്. അദ്ദേഹം തമിഴ്നാട്ടിൽ ചെന്നതാണ്. എന്തിനു വേണ്ടി? ദേശീയ പാർട്ടി എന്നുള്ള ഇത് പോയി കഴിഞ്ഞു. പിന്നെ സ്ഥാനമൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് അത് ആർക്ക് വേണമെങ്കിലും എടുത്തു വയ്ക്കാമല്ലോ. കുളിച്ചില്ലെങ്കിലും മറ്റേ പരപ്പുറത്തിടണമെന്ന് പറയുമല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഒരെണ്ണത്തിന് ജനറൽ സെക്രട്ടറി ആയിട്ട് വെച്ചേക്കണമല്ലോ. അതിനുവേണ്ടി ചെയ്തതാണ് ഈ MA ബേബിയെ. ഇനി ഇവിടെ നിന്ന് അദ്ദേഹം പത്രത്തിൽ കിടക്കുന്നതാണ്. ഇവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് കൊൽക്കട്ടയിലേക്ക് പോകുന്നു. കൊൽക്കട്ടയിൽ എന്തിനു പോകാനാണ്? അവിടെ എന്ത് നടത്താനാണ്? കൊൽക്കട്ടയിലാണെന്നുണ്ടെങ്കിൽ അവിടെ പാർട്ടിയുടെ അടിത്തറ കംപ്ലീറ്റ് പോയി നിൽക്കുകയല്ലേ. അപ്പോൾ അവരുടെ പാർട്ടി ഓഫീസുകൾ പോലും ഇല്ലാതായിരിക്കുന്നു. പിന്നെ എന്തിനു വേണ്ടിയാണ്? അവിടെ ഒരു കലാപം നടന്നല്ലോ. അവിടെ 2 പേര് മരിച്ചു, 2 CPM-കാരാണ്. ഇനി അവിടെ പോയി ഉറക്കെ പാടാനായിരിക്കും, അല്ല കൈ ഉയർത്താനായിരിക്കും. ഇല്ല, മരിക്കുന്നില്ല ഞങ്ങളുടെ സഹാക്കൾ എന്ന് പറയാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ അങ്ങോട്ട് പോയി. CPM ഒരു കേരള പാർട്ടിയായി മാറിയിട്ടുണ്ട്. അതെ, ദേശീയ പാർട്ടിയാണെന്ന് പേരാണെങ്കിലും. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ? എന്നിട്ട് സ്റ്റാലിനുമായിട്ടുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഇവിടെ BJP കേന്ദ്ര നേതൃത്വം ഇവിടെ ഭരിക്കുന്നതിന് RSS ആണ് നിർദ്ദേശം കൊടുക്കുന്നത്. അതിനെന്താ തെറ്റെന്തുവാ? BJP-യുടെ ഒരു ബ്രെയിനാണ് RSS. RSS-ലുള്ളവരെല്ലാം തന്നെ അപാര തലയുള്ളവരാണ്. ഈ MA ബേബി വിചാരിച്ചിരിക്കുന്നത് ഈ RSS എന്ന് പറയുന്നത് CIT-കാരെ പോലെയാണെന്നാണ്. തലയ്ക്ക് വെളിവില്ലാതെ ഒരുപാട് CIT-കാരുണ്ട് അല്ലേ? അതിൻ്റെ അമരത്തിരിക്കുന്നവരും എല്ലാം അവരെ പോലെയാണോ RSS? RSS-ലുള്ളവരെന്ന് പറഞ്ഞാൽ അവർ പിന്നെ ചിന്ത, എഴുത്ത്, വായന ഇതൊക്കെയുള്ളവരാണ്. CIT എന്നൊക്കെ പറയുന്നത് പള്ളിക്കൂടത്തിൽ പോയ AA റഹീം എന്താ സ്ഥിതി അല്ലേ? അവിടെ പിന്നെ വിജയലക്ഷ്മി എന്ന് പറയുന്ന തമിഴ് പ്രൊഫസറുടെ ചെവിയിൽ വിളിച്ച തെറി ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് സർവകലാശാലയിൽ. പിന്നെ അവിടെ ഡൽഹിയിലെ പാർലമെൻറ്റിലെ പ്രസംഗം നമ്മൾ കാണുന്നതല്ലേ. പിന്നെ ഇവരെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ കോരിത്തെരിപ്പിക്കും. അതാ ഇവർ പറയുന്നത് RSS നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നു. CPM-ന്റെ മുഖ്യമന്ത്രിമാരിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ AK സെൻട്രൽ പാർട്ടി സെക്രട്ടറിയുടെ നിയന്ത്രണമില്ലേ? പിണറായി ഭരിക്കുമ്പം എല്ലാം പിണറായിയാണ്. പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയല്ല. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയല്ലായിരുന്നു. എന്നിട്ട് എന്ത് പിന്നെ ഇടവും വലവും ആരെ കൊണ്ടുവച്ചു? പിണറായിയുടെ ആൾക്കാരെ കൊണ്ടുവച്ചു. പിണറായി 15 വർഷം പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നു. 10 വർഷം ഉടനെ ആകും. അപ്പോൾ 25 വർഷം. ഈ കഴിഞ്ഞ 10 വർഷവും പാർട്ടിയെ കൊണ്ടുപോകുന്നത് ആര് തന്നെ? പിണറായി തന്നെ. കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ തൻ്റെ കാൽച്ചുവട്ടിൽ ഇട്ടിരിക്കുന്നു. പാർട്ടിക്ക് സെക്രട്ടറിയും മറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എല്ലാം തൻ്റെ നിയന്ത്രണത്തിലാണ്. അങ്ങനെയുള്ള MA ബേബിക്ക് ഇവിടെ പറയാൻ എന്ത് റൈറ്റാണ് ഉള്ളത്? എന്നിട്ട് പറയുന്നത് എന്താണ്? RSS-ൻ്റെ പിന്നെ ഫാസിസമാണ് BJP സർക്കാർ നടപ്പിലാക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇവർ 2 പേരും കൂടി എന്ത് ചെയ്യാനാണ് പോകുന്നത്? ഇപ്പം ഇന്ത്യ മുന്നണിയിൽ ഉള്ളവരാണല്ലോ ഇവരൊക്കെ. ഇന്ത്യ മുന്നണി ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രബലമായിട്ട് നിൽക്കുന്നുണ്ടോ? ഇല്ല. ഇന്ത്യ മുന്നണി വലിയൊരു പിന്നെ തകർച്ചയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ദേശീയ തലത്തിൽ അത് 2029 ഉള്ളൂ. മറ്റ് പല സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് 2026. അന്നേരം ഇന്ത്യ മുന്നണിക്ക് പ്രസക്തി ഇല്ലല്ലോ. പിന്നെ ബംഗാളിലും
തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. അന്നേരം ഇന്ത്യ സഖ്യത്തിന് ഈ ഇന്ത്യ മുന്നണിക്ക് യാതൊരു വിലയുമില്ല. കാരണം ഇന്ത്യ മുന്നണിയിലുള്ളവർ ഇവിടെ പരസ്പരം പോരടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ സ്റ്റാലിന് ഒരു തുണയായിട്ട് മാത്രം ചെന്നതായിരിക്കാം. സ്റ്റാലിനും പിണറായിയും തമ്മിൽ വലിയ സൗഹൃദമല്ലേ, വലിയ സൗഹൃദമാണ്. കാര്യം പിന്നെ പല കാര്യങ്ങളും തമിഴ്നാടിനെ മാതൃകയാക്കുന്നു, തമിഴ്നാട് കേരളത്തെ മാതൃകയാക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ തമ്മിലുള്ളത്. ആ ബന്ധമുള്ളത് കൊണ്ടാണല്ലോ PV അൻവർ DMK ചേരാനായിട്ട് ചെന്നപ്പോൾ പോലും പിണറായിയെ അതിനെ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ബേബി ഈ സ്റ്റാലിനുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞിട്ടാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. അവരുടെ കൂടിക്കാഴ്ചയിൽ ഉണ്ടായ ഒരു തീരുമാനമായിരിക്കും. ഇനി ഇങ്ങനെയുള്ള ഒരു പ്രസ്താവനയായിരിക്കും നല്ലതെന്ന്. BJP എന്നെ പാർട്ടിയെ നിയന്ത്രിക്കുന്നില്ലേ RSS? തെരഞ്ഞെടുപ്പ് സമയത്ത് ഏത് തരത്തിൽ മണ്ഡലങ്ങളിൽ പ്രവർത്തനം വേണം, സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും RSSൻ്റെ വാക്കുകൾ പരിഗണനയിൽ എടുക്കുന്നില്ലേ? ഇപ്പം BJPയുടെ ദേശീയ അധ്യക്ഷനെ അവർ അങ്ങനെ വിമർശിക്കുമ്പോഴും കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ കണ്ടത് BJPയും അവർ ഭരിക്കുന്ന പാർട്ടിയൊന്നും ഒരു ഫാസിസ്റ്റ് അല്ലെന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, BJPയുടെ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിൽ RSSൻ്റെ വാക്കുകൾ കേൾക്കുന്നുണ്ട്, RSS നിർദ്ദേശിക്കുന്നുണ്ട്. പാർട്ടി പിന്നെ ഏതെങ്കിലും ഒരാൾ നിർദ്ദേശിച്ച് കഴിഞ്ഞാൽ പോലും അത് RSSുമായിട്ടുള്ള കൂടിയാലോചനയ്ക്ക് ശേഷമേ അതിലേക്ക് വരുത്തുള്ളൂ. ഇപ്പം യോഗി ആദിത്യനാഥിൻ്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ അത് RSSൻ്റെയും കൂടി. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, BJPയിലുള്ള നല്ല പങ്ക് ആൾക്കാരും RSS വഴി വന്നവരായിരിക്കും അല്ലേ? മോദി RSS വഴിയല്ലേ വന്നിട്ടുള്ളത്? അതുപോലുള്ള അപ്പോൾ RSSൻ്റെ ഒരു ബ്രെയിൻ ഈ BJPയുടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നത് പകൽ പോലെ സത്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതിപ്പോൾ BJP ഇത് MLA ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയുന്നത്? ഇതവരങ്ങനെ ഇത് നല്ല കാര്യമാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു ബ്രെയിൻ ഇതിൻ്റെ പിന്നിൽ ഉള്ളത്. പാർട്ടി വേറൊരു വഴിക്ക് പോകാതിരിക്കാനും RSSനെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. എങ്ങനെ ചരടിൽ വലിച്ചു നിർത്താൻ RSSന് കഴിയുമെന്നുള്ളത് തെളിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ ബേബി എനിക്ക് തോന്നുന്നു മറ്റൊന്നും പറയാനില്ലെന്നേ. അതിനു വേണ്ടി തന്നെയാണ് ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത ഈ പ്രസ്താവന ഇറക്കി കഴിയുന്നത്. കാരണം കേരളത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നക്കപ്പിച്ച പിണറായിയുടെ ഔദാര്യത്തിൽ കിട്ടും. അതുകൊണ്ട് കഞ്ഞി കുടിച്ച് കിടക്കണം. ഡൽഹിയിൽ പോളിറ്റ് ബ്യൂറോ അംഗമാണെന്നും പറഞ്ഞ് ചമഞ്ഞ് നടക്കുക. ദേശീയ പാർട്ടി 1.76% വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. ആ പാർട്ടി ദേശീയ പാർട്ടി അല്ലാതായി തീരുകയാണ്. കേരളത്തിൽ മാത്രമുള്ള ഒരു ബലം, അതും അതിന് ഏറെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ ആൾക്കാരെ ഭയപ്പെടുത്തുക മാത്രമാണ്. പിന്നെ ബേബി കുറേ ഗോഷ്ഠി കാണിക്കാനൊക്കെ സമർത്ഥനാണ്, സ്വയം രണ്ടാം മുണ്ടനും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു കാശിന് വിലയില്ലാത്ത പറച്ചിൽ മാത്രമാണ് ഇത്.